അതായത് ചിലർ ഇസ്ലാം സ്വീകരിക്കുന്നു. അവർ ആ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ വീടും കുടുംബവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാത്ത നിർബന്ധിക്കപ്പെടാത്ത ഒരു അമ്മ ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് അവരുടെ മേൽ യാതൊരു നിർബന്ധവും ചെലുത്തുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും വീട് വിട്ട് നാട് വിട്ട് എങ്ങോ പോകുന്ന സിറിയയിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്കോ എങ്ങോ മറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അത് വർത്തമാനകാലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാം അങ്ങനെ ആഹ്വാനം ചെയ്യുന്നുണ്ടോ? എന്താണ് അതിന്റെ വാസ്തവം? ഇത് വളരെ നമ്മൾ വേദനയോടുകൂടി അനുസ്മരിക്കുകയും ഉണരുകയും ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും മാതാപിതാക്കൾ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം മറുത്തൊരു ചിന്ത പോലും പാടില്ലാത്തതാണ്. അവരുടെ കീഴിൽ തന്നെ കഴിയണം, ആ വീട്ടിൽ തന്നെ താമസിക്കണം, അവർ അവിടെ തന്നെ കഴിയണം. ഇസ്ലാം ഒരിക്കലും ഇങ്ങനെ ഒരു അനുകൂല സാഹചര്യമുള്ളപ്പോൾ നാടുവിടാനെന്നല്ല, മറ്റ് വിദേശങ്ങളിലേക്ക് പോകലല്ല, അടുത്ത നാടുകളിലേക്ക് പോലും പോകേണ്ട ഇസ്ലാം വിലക്കുന്നു. അതുകൊണ്ട് അവർ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ തന്നെ കഴിയണം. അത് വലിയ അനുഗ്രഹമാണിത്. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ പ്രവണത പോലും ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ മതം സ്വീകരിച്ചാൽ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ട്. പണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരാൾ മതം സ്വീകരിക്കുന്നു, അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. സഹാബാക്കളുടെ എമ്പാടും ചരിത്രം, അവരുടെ മാതാപിതാക്കൾ പലരും അമുസ്ലിമീങ്ങളാണ്, അവരുടെ വീട്ടിൽ തന്നെ അവർ താമസിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ തന്നെ കഴിയുന്നു. ഇത് ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ മാറ്റത്തിനും അതുപോലെ മതത്തെ പറ്റിയുള്ള തെറ്റായ ധാരണയുടെയും വെളിച്ചത്തിലാണ് ഈ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഇസ്ലാമികമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, ഒരു ചിലർക്കെങ്കിലും ഇങ്ങനെ ധാരണയുമുണ്ട്, നമ്മൾ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളെ തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല. ഇസ്ലാമികമായി തീർത്തും തെറ്റാണത്. അവരുമായി വളരെ സ്നേഹത്തിലും സാഹോദര്യത്തിലും, നേരത്തെ പറഞ്ഞതുപോലെ ദീനിൻ്റെ വിഷയത്തിൽ മതപരമായ കാര്യങ്ങളിൽ നമ്മൾ അതിന് ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവരുമായി വലിയ സഹവർത്തിത്വവും സ്നേഹവും എല്ലാം, ആ രീതിയിലുള്ളൊരു ജീവിതമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഇത് ഇവിടെ വേറൊരു കാര്യം കൂടെ അറിയണം, മാതാപിതാക്കൾ മുസ്ലിമീങ്ങൾ തന്നെയാണ്, പക്ഷെ അവർക്ക് ദീനുമായി ബന്ധമില്ല, അവർ ദീനി ജീവിതത്തെ എതിർക്കുന്നു. അവിടെ നമ്മൾ ഇതേ രീതിയിൽ അവരോട് സ്നേഹത്തിലും നല്ല നിലയിലും കഴിയേണ്ടതാണ്. ആ രീതിയിൽ കഴിയുക നിർബന്ധവുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രബോധനം ആരെങ്കിലും നടത്തുന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, തീർത്തും തെറ്റാണ്. നാട് വിടാൻ വേണ്ടി വ്യക്തമായ ന്യായങ്ങളുണ്ട്. ഹിജ്റയ്ക്ക് പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. ഒരു ഭാഗത്ത് പ്രവാചകൻ തന്നെ പറഞ്ഞില്ല, ഹിജ്റത്ത് ബഅദൽ ഫത്ഹ്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ നാട് വിടാൻ വേണ്ടി വളരെ വ്യക്തമായ കാരണം, ഒന്നെങ്കിൽ നിങ്ങളുടെ ദീനിയായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല, ദീനി വിദ്യാഭ്യാസം അതുപോലെ പ്രബോധനം നടക്കുന്നെങ്കിൽ നിങ്ങൾ നാട് വിടണം. രണ്ട്, നിങ്ങളുടെ ദുന്യവിയായ ഭൗതികമായ എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല എന്നാൽ നിങ്ങൾ നാട് വിടണം. നമ്മളിവിടെ ഗൾഫിൽ അനാവശ്യമായി പോകുന്നതിന് പോലും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പുതിയൊരു ഒരു സിദ്ധാന്തം വന്നിരിക്കുന്നു, ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി വേറെ എവിടെ പോകുക, നാട്ടിൽ നിന്നാൽ ശരിയാവും. ഇത് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. തീർത്തും അന്യായമായ ഈ ധർമ്മത്തെ വളരെ അവഹേളിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന, പ്രത്യേകിച്ച് വിശിഷ്യ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ പുതുരക്തങ്ങൾ നമ്മളവരുടെ വൃത്താന്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന് വികാരത്തിന് വേലിയേറ്റമുണ്ടാവുകയാണ്. അച്ഛനോടും അമ്മയോടും സ്നേഹത്തിൽ കഴിഞ്ഞതിന് പേരിൽ അവർ സാക്ഷ്യം രേഖപ്പെടുത്തുന്ന വലിയ മാറ്റമുണ്ട്. ഇവിടെ പറയപ്പെട്ടു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ ആർക്കെല്ലാമാണ് ബുദ്ധിമുട്ട്. ഈ രീതിയിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ അനുകൂല സാഹചര്യത്തിൽ ഈ കാണിക്കുന്നത് കുറഞ്ഞ പക്ഷം വലിയ അക്രമവും ക്രൂരതയും തന്നെയാണ്. ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരു ട്രെൻഡിന്റെ കാരണമില്ല, അത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇസ്ലാം സ്വീകരിച്ചു, ഞാനിപ്പോൾ 15 വർഷമായി, 20 വർഷമായ ആളുകൾ ഇരിക്കുന്നു, 30 വർഷമായ ആളുകൾ ഇരിക്കുന്നു, കുടുംബത്തോടെ ഇരിക്കുന്നു, നാട്ടിൽ പോകുന്നു, നാട്ടിൽ നിന്ന് എല്ലാവരും വന്ന് ഞങ്ങളുടെ താമസിക്കുന്നു. ഞങ്ങൾ അവരുമായി എത്രത്തോളം എൻജോയ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. മുസ്ലിം സമൂഹം ഇവിടെ ജീവിച്ചിരിക്കുന്നു, നൂറ്റാണ്ടുകളായി ജീവിച്ചിരിക്കുന്നു ആ സമൂഹം. ഇവരാരും എങ്ങോട്ടും പോകുന്നില്ല. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ വർഷങ്ങളായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മാതാപിതാക്കളുമായി നല്ല രീതിയിൽ സഹവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എങ്ങോട്ടും പോകണമെന്ന് തോന്നില്ല. എങ്കിൽ പുതുതായിട്ട് വരുന്ന ഈ ആളുകൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അവരിനി എവിടെയെങ്കിലും പഠിക്കാൻ വേണ്ടി പോയതാണ് എങ്കിൽ എന്താണ് ഇവർക്ക് മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോകുന്നതിനുള്ള തടസ്സം? ഒരാൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോയതാണെങ്കിൽ എന്തുകൊണ്ട് ഇത് മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോകുന്നില്ല? ഈ ഒരു ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം പ്രേക്ഷകരിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. എത്ര വർഷമായി താങ്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ട്? ഞാൻ 6 വർഷമായി ഇസ്ലാം സ്വീകരിച്ചിട്ട്. 6 വർഷത്തോളമായി. പിതാവാണല്ലേ? അതെ, പിതാവാണ്. ഓക്കെ. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം
നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? പിതാവ് കൂടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ചോദിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് വളരെ സ്നേഹത്തോടെയുള്ള പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്നേഹത്തോടെ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം തിരിച്ച് അവരുടെ മതത്തിലേക്ക് ചെല്ലാൻ അവരെന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. അത് അവരുടെ സ്നേഹം കൂടുതലുകൊണ്ടാണ്. എന്താണ് നിങ്ങളുടെ മകനെ കുറിച്ച് പറയാനുള്ളത്? അത് ഏക മകനാണ്. ആണും പെണ്ണുമായിട്ട് ഒരാളേ ഉള്ളൂ. ഞങ്ങൾ കത്തോലിക്ക സമുദായത്തിൽ ആണ്. ഞാനിപ്പോഴും മതം മാറിയിട്ടില്ല. പിന്നെ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരി കന്യാസ്ത്രീയാണ്. പിന്നെ മറ്റു സ്വന്തത്തിൽപ്പെട്ടവരൊക്കെ അച്ഛന്മാരും വൈദികരും കന്യാസ്ത്രീകളൊക്കെ അടങ്ങിയ ഒരു ഫാമിലിയാണ്. അപ്പം ആദ്യം എന്നോട് ഇത് പഠിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പഠിക്കട്ടെ, ഏത് മതത്തെക്കുറിച്ച് മതം പഠിക്കാൻ പോവുക. മതം പഠിക്കാൻ പോവാന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ ചില ബുക്കുകളൊക്കെ ഞാൻ കാണും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്നത് തന്നെ നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അറിഞ്ഞു മതം മാറിയെന്ന്. താങ്കൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താ? ഞാൻ ചെറുപ്പനാൾ തൊട്ടേ അവിടുത്തെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ ശുശ്രൂഷകളും കാര്യങ്ങളിലൊക്കെ അൽത്താൽബാരനായിട്ട് ഒക്കെ പോരുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മരിയൻ ടീമിൽ ഒരു പ്രയർ മീറ്റിങ്ങിൽ വൈദികൻ വായിച്ച ഒരു ബൈബിൾ ഭാഗമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. നമ്മൾ യേശുക്രിസ്തുവിന് മഹാനായ യേശുക്രിസ്തുവിൻ്റെ അടുത്തുനിന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഗുരു അങ്ങ് രണ്ടാമത് വീണ്ടും വരുമല്ലോ. അപ്പോൾ യേശു അങ്ങ് വരുന്ന സമയം എപ്പോഴാണ്? ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, അങ്ങ് രണ്ടാമത് വരും, ആ വരുന്ന സമയം എപ്പോഴാണ് ഗുരുവിന് ചോദിക്കുന്നത്. അപ്പം യേശുക്രിസ്തു പറഞ്ഞൊരു മറുപടിയാണ്, ആ സമയത്തെക്കുറിച്ച് സ്വർഗത്തിൽ ആർക്കും അറിയില്ല, പിതാവ് ഒഴികെ. അപ്പോൾ പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ, ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ ഭാഗമാണ്, അന്നൊന്നും വരാത്തൊരു ചിന്ത മനസ്സിൽ കടന്നുപോയി. ഞാൻ രാവിലെ ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ യേശു ദൈവമല്ലേ? അതെ. സർവ്വജ്ഞാനിയല്ലേ? അതെ. എന്താ ലിയോ? എൻ്റെ പഴയ പേരാണ് ലിയോ. എന്താ ലിയോ എന്ന് എനിക്ക് ഇപ്പം ഇങ്ങനെ ഒരു സംശയം. അച്ഛൻ ഇന്നലെ വായിച്ച ബൈബിളിനകത്ത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, യേശുക്രിസ്തു പറയുന്നുണ്ട് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സ്വർഗത്തിൽ പിതാവിന് മാത്രമേ അറിയുള്ളൂ, പുത്രന് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സർവ്വജ്ഞാനിയായ ഒരു ദൈവം ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യേശു നുണ പറയണം, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. യേശു വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ യേശു ദൈവമാണോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു ദൈവമാകും? അതായിരുന്നു നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഓക്കെ, ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മകന് നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? ആദ്യം എനിക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പശ്ചാത്തലം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ മാത്രമല്ല എനിക്ക് കുട്ടിയെ ഉപദേശിക്കാൻ പറ്റത്തില്ല. കാരണം അവനിൽ ഞാൻ വേറെ കുറ്റങ്ങളൊന്നും കാണുന്നില്ല. ഒരു കത്തോലിക്കനായ എന്നെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവനേക്കാളും തെറ്റും കുറ്റവും എനിക്കുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മതം മാറി എന്നല്ലാതെ വേറെ കുറ്റം കാണുന്നില്ല. അത് എനിക്കൊരു കുറ്റമായിട്ട് തോന്നില്ല. കാരണം മനുഷ്യൻ നന്നായിട്ട് ജീവിച്ചാൽ പോരെ.